തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെട്ടു. കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടിലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണ അകമ്പടി സേവിക്കുന്നത്. തിരുവാറന്മുളയപ്പന് ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്ന് ഉത്രാട ദിവസമാണ് പുറപ്പെടുക. ആറന്മുളയിലെത്തുന്ന തിരുവോണത്തോണിക്ക് അകമ്പടി നൽകാനാണ് ആചാരപരമേലുള്ള യാത്ര. ആർപ്പ് വിളികളോടും ആരവങ്ങളോടെയുമാണ് അനൂപ് നാരായണ ഭട്ടതിരിയെ യാത്രയാക്കിയത്. മങ്ങാട്ടിലത്തെ ആചാരപരമായ പൂജകൾ പൂർത്തിയാക്കിയാണ് ഭട്ടതിരി പുറപ്പെട്ടത്. മീനച്ചിലാർ വഴി വേമ്പനാട്ട് കായലിലെത്തി 3-ാം ദിവസമാണ് തോണി കാട്ടൂരിൽ എത്തുന്നത്. ഉത്രാട ദിവസം തിരുവാറന്മുളയപ്പന് ഉള്ള വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി പുറപ്പെട്ട് തിരുവോണ നാളിൽ പുലർച്ചെ ആറന്മുളയിലെത്തും. ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ഇവിടുന്ന് യാത്ര തിരിച്ച് പൂരാടത്തിന്റെ അന്ന് വൈകിട്ട് നമ്മൾ ആറന്മുള ക്ഷത്രക്കടവിലെത്തും. അന്നേ ദിവസം നമ്മൾ അമ്പലത്തിൽ കയറില്ല. ഉത്രാടത്തിന്റെ അന്ന് രാവിലെ കാട്ടൂർക്ക് പോകും. നമ്മുടെ മൂലസ്ഥാനം അവിടെയാണ്, ഒറിജിൻ അവിടെയാണ്. തിരുവോണത്തിനുള്ള അരി, പച്ചക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വള്ളത്തിലോട്ട് കയറ്റി കാട്ടൂര് അമ്പലത്തിൽ നിന്ന് അവിടുന്ന് ഒരു ശ്രീകോവിലിൽ നിന്ന് വിളക്ക് കൊളുത്തിയെടുത്ത് ആ വിളക്കാണ് നമ്മൾ വള്ളത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി ആറന്മുള പാർത്ഥസാരഥിയുടെ ശ്രീകോവിലേക്ക് കൊളുത്തുക. അത് പിന്നീട് ഒരു വർഷം കിടാവിളക്കായിട്ട് നിൽക്കും. ഇത് 3-ാം വർഷമാണ് അനൂപ് നാരായണ ഭട്ടതിരി തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ പുറപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി തുടർന്നുവരുന്ന ആചാരാനുഷ്ഠാനമാണ് തിരുവോണത്തോണിയെ അനുഗമിക്കൽ. എല്ലാ വർഷവും തിരുവോണത്തിന് കാലുകഴിച്ചൂട്ട് നടത്തുന്നൊരു പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു തിരുവോണത്തിന് ആരും എത്തുകയുണ്ടായില്ല. അപ്പോൾ ഇദ്ദേഹം വളരെയധികം വിഷമത്തോടുകൂടി പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഭക്ഷണം വേണം എന്ന് പറഞ്ഞ് വരികയും ഇദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് പോകാൻ നേരം ബാലൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ആതിഥേയത്വം വളരെയധികം ഇഷ്ടമായി, ഇനി എല്ലാ വർഷവും അവിടുത്തെ കൈകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. ഉത്രാട ദിവസം കാട്ടൂർ ക്ഷേത്രത്തിലെ പൂജകളിൽ പങ്കെടുത്ത ശേഷമാണ് ആചാരപരമായ യാത്ര. റിപ്പോർട്ടർ, കോട്ടയം.